ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. ചെറിയ ശീലങ്ങളിലൂടെ വലിയ വിജയത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തർക്കും ഈ ദ മാസ്റ്റർ കീ സിസ്റ്റം എന്ന് പറയുന്ന ചാൾസ് എഫ് ഹനാൻ്റെ പുസ്തകം നന്നായി സഹായിക്കുന്നെന്ന് എനിക്ക് അറിയാൻ കഴിയുന്ന വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും ആ പുസ്തകം വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കുക. അതല്ലെങ്കിൽ ഈ വീഡിയോകളിൽ നിങ്ങൾക്ക് തീർച്ചയായും ധാരാളം ഗുണപ്രദമായ കാര്യങ്ങൾ ലഭ്യമാകും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വെച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സെൻസ് ഓർഗൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. നാം കേൾക്കുന്നത്, നാം കാണുന്നത്, നാം പറയുന്നത്, നാം സ്പർശിക്കുന്നത്, നാം ശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നാം മണക്കുന്നത്, ഇതെല്ലാം അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ ആകുവാൻ സാധിക്കുന്നത്, മൈൻഡിൻ്റെ കീ തുറക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ മറ്റ് റിയലൈസേഷൻസിന് അപ്പുറമായിട്ട് ഈ കാര്യങ്ങൾ വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ സെൻസ് ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. അത് അത്ര അനായാസമാണെന്ന് നമുക്ക് തോന്നും എങ്കിലും പക്ഷേ അത് ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. ആത്മീയ തലങ്ങളിൽ അതിന് ഒത്തിരി പ്രയത്നം ആവശ്യമാണെന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുള്ള ആളുകൾക്കാണ്, അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരാൾക്കാണ് തീർച്ചയായും ഈ സെൻസസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. നാം ഫുള്ളി ഇൻവോൾവ് ആകുന്ന, അല്ലെങ്കിൽ മുഴുകിയിരിക്കുന്ന, ലയിച്ചിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ലയിച്ചിരിക്കണമെങ്കിൽ, മുഴുകിയിരിക്കണമെങ്കിൽ തീർച്ചയായും നാം ആ കാര്യത്തെ നന്നായി ഇഷ്ടപ്പെടുകയും അതിനായി അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് ആവശ്യമാണ്. അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, ഒപ്പം തന്നെ നമുക്ക് രസിച്ചിരിക്കുവാനും എൻജോയ് ചെയ്യുവാനും ലയിക്കുവാനും ഇൻവോൾവ് ചെയ്യാനും അതിൽ മുഴുകിയിരിക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ട്രോങ് പർപ്പസ് അല്ലെങ്കിൽ ലക്ഷ്യം നമുക്ക് ആവശ്യമാണ്. ആ ലക്ഷ്യം ഉണ്ടാകുമ്പോഴാണ് നാം എല്ലാം മറന്ന് എനിക്കത് നേടിയേ തീരൂ എന്നുള്ള ആശയത്തോടെയും ആഗ്രഹത്തോടും ചിന്തയോടും ആശയോടും കൂടെ നാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു ശക്തമായ ആഗ്രഹം, ഉൾക്കിടിലമായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് വേണ്ടിയിരിക്കും. അപ്പോൾ ഈ മാസ്റ്റർ കീ സിസ്റ്റം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, പലപ്പോഴും നാം ഈ പാഷൻ ഉണ്ട് എങ്കിലും ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ ഗിവപ്പ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഒരു കാര്യം ലക്ഷ്യം വെച്ചു, ഒരു പുസ്തകം വായിച്ചു തീർക്കണമെന്നോ, ഒരു പരീക്ഷ എഴുതണമെന്നോ, ഒരു ജോലി വേണമെന്നോ, അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചു. പക്ഷേ പലപ്പോഴും നാം അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ക്ഷീണിക്കുകയോ മടുക്കുകയോ തളരുകയോ മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട മോട്ടിവേഷൻ കിട്ടാതെ വരുമ്പോൾ എല്ലാം നിർത്തിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയെ മറികടക്കുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഒരിക്കലും ഗിവപ്പ് ചെയ്യാതെ നാം വീണുപോയാലും പരാജയപ്പെട്ടാലും അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മനഃശക്തിയാണ്, അല്ലെങ്കിൽ അതാണ് ഈ പാഷനിലൂടെ അല്ലെങ്കിൽ മാസ്റ്റർ കീ സിസ്റ്റം നമുക്ക് നൽകുന്നത്. അപ്പോൾ അതൊരു വർഷിപ്പാണ്. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്ന പോലെ ആ ഒരു പാഷനെ, ഗോളിനെ നാം ചേസ് ചെയ്ത് വളരെ കോൺസെൻട്രേറ്റഡായി ഫോക്കസ്ഡായി നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സെൻസ് ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുവാനും നമുക്ക് ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ പോകുവാനും സാധിക്കും. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കത് സാധിക്കില്ല എന്ന് പറയുന്നത്. ഡിസ്ട്രാക്ഷൻ ഉണ്ടായാൽ നമ്മുടെ സ്പിരിച്വൽ ആക്ടിവിറ്റിയെ നാം തടയുകയാണ്. ഇപ്പോൾ നാം പറഞ്ഞു, യൂണിവേഴ്സുമായി നാം കണക്ട് ചെയ്തിരിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ ഒരു ഗോളിന് വേണ്ടിയാണ്, അതിൻ്റെ ഒരു പാർട്ടാണ് നാം, ആ വലിയ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നാം ഈ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടുവാൻ ഇടയാക്കുന്ന ഒന്നാണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നാം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു, നമ്മൾ ഫോൺ എടുക്കുന്നു. അതല്ലെങ്കിൽ മൊബൈലിൽ റിംഗ് ടോണോ അതല്ലെങ്കിൽ നോട്ടിഫിക്കേഷനോ വന്നു, അതെടുത്ത് ഓണാക്കുന്നു. അതല്ലെങ്കിൽ നാം ലാപ്ടോപ്പോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ തുറന്ന് നമ്മുടെ ചാറ്റുകൾ നടത്തുന്നു, അല്ലെങ്കിൽ സ്റ്റാറ്റസ് നോക്കുന്നു, ലൈക്സ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടായാൽ ആ സ്പിരിച്വൽ കണക്റ്റഡ്നെസ് നമുക്ക് നഷ്ടപ്പെടുകയും മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഫുള്ളി ഇൻവോൾവ്ഡായി മുഴുകിയിരുന്ന് ഒരു പർപ്പസിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും എല്ലാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കണക്ട് യുവർ ഗോൾ ടു ദ യൂണിവേഴ്സ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഓരോ ചെറിയ ലക്ഷ്യങ്ങളും വലിയ യൂണിവേഴ്സിൻ്റെ ലക്ഷ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കണക്റ്റഡ്നെസ് ഉണ്ടാകണമെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പോൾ നാം ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ലഭിക്കാൻ, ശക്തി ലഭിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്? അതിന് സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള തോട്ട്സും ഇമോഷൻസുമാണ്. അപ്പോൾ ആ മനസ്സിനെ നാം ആ സ്ട്രോങ് തോട്ട്സ് കൊണ്ടും ആ ഇമോഷൻസ് കൊണ്ടും നിറയ്ക്കുവാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് വിജയത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ മാസ്റ്റർ കീ സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ആ കീ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ എന്താണ് കീ? ഈ പറയുന്ന കോൺസെൻട്രേഷനും ഫോക്കസും ഇൻവോൾവ്മെൻറ്റും കണക്റ്റഡ്നെസ്സും ഉണ്ടാകുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഇൻറ്റ്യൂഷൻസ് വരികയാണ്. ഇപ്പോൾ നമുക്കറിയാം, പല
വഴികളിൽ പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, ഞാൻ ചെയ്യുന്നത് സത്യമാണോ തെറ്റാണോ കറക്റ്റാണോ റോങ് ആണോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും. എന്നാൽ ഈ ഒരു ഫോക്കസും കോൺസെൻട്രേഷനും കണക്റ്റഡ്നെസ്സും ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻറ്റ്യൂഷൻസ് വരികയാണ്. ഇൻറ്റ്യൂഷൻ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ എന്താണെന്ന് മനസ്സിലാകും. ഉൾവിളി അല്ലെങ്കിൽ ഉൾബോധം ഉണ്ടാകുകയാണ്. അത് നമ്മെ ആ വഴിയിലേക്ക് നയിക്കുക. അത് യൂണിവേഴ്സിൻ്റെ ഒരു കോളാണ്, അതല്ലെങ്കിൽ നമ്മുടെ എൻലൈറ്റൻമെൻറ്റിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു ഇന്നർ കോളാണത്. നാം ബോധതലത്തിൽ വിപ്ലവം എന്നൊക്കെ പറഞ്ഞു. ആ എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ, ഉൾവിളി, യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് റൈറ്റായ ഫോക്കസിലേക്കാണ് നാം പോകേണ്ടത് എന്നുള്ള ഇൻറ്റ്യൂഷൻ കിട്ടുന്ന ആ റൈറ്റായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുവാൻ സഹായിക്കുന്നത് ഈ ഒരു ഫോക്കസാണ്, കോൺസെൻട്രേഷനാണ്. ഈ ഫോക്കസ് ഉണ്ടാകുമ്പോൾ, കോൺസെൻട്രേഷൻ ഉണ്ടാകുമ്പോൾ, നമ്മൾ യൂണിവേഴ്സുമായി നമ്മുടെ ഗോളുമായി കണക്റ്റ് ആകുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അതുവഴി നമുക്ക് റൈറ്റ് ഇൻറ്റ്യൂഷൻസ് കിട്ടുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന ഒരു പക്ഷേ എങ്ങനെ നമുക്ക് സ്ട്രോങ് ഇൻറ്റ്യൂഷൻസ് ലഭ്യമാക്കാം, നാം പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ നമുക്ക് എങ്ങനെ ബോധ്യമാക്കാം തുടങ്ങിയതായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഈ മാസ്റ്റർ കീ സിസ്റ്റത്തിൻ്റെ ഈ ഭാഗത്ത് പറഞ്ഞു വെച്ചത്. അടുത്ത ഭാഗത്ത് മറ്റൊരു വിഷയവുമായി കടന്നു വരാം. അതുവരെയും സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.